Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ മമ്പലത്ത് വീട് പൂട്ടി ക്ഷേത്ര ദർശനത്തിന് പോയ പ്രവാസിയുടെ വീട്ടിൽ മോഷണം. കണ്ടങ്ങാളി FCI ഗോഡൌണിന് സമീപം മണക്കാടിയിലെ മനോജിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13,000 രൂപയും സ്വർണ്ണ കമ്മലുമാണ് അപഹരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് മനോജും ഭാര്യ സുജാതയും വീട് പൂട്ടി ക്ഷേത്ര ദർശനത്തിന് പോയത്. ഈ സമയത്ത് മക്കൾ ബന്ധുവീട്ടിലായിരുന്നു. ശനിയാഴ്ച രാവിലെ 6:30 വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടത്. അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അലമാരയിലെയും കിടപ്പുമുറിയിലെയും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13,000 രൂപയും സ്വർണ്ണ കമ്മലുമാണ് അപഹരിച്ചത്. വിവരമറിഞ്ഞ് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. തുടർന്ന് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പോലീസ് നായ മനോജിന്റെ വീട്ടിൽ നിന്നും മണം പിടിച്ച് കണ്ടങ്ങാളി റേഷൻ കട വരെ ഓടി. SI രാജീവൻ K, അബിസിനാനം ഡോഗ് സ്ക്വാഡ് അംഗങ്ങളായ മിഥുൻ, ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാണെന്ന് തിരിച്ചറിഞ്ഞ UDF വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പറഞ്ഞു. LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പയ്യന്നൂരിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3ാം നിലയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കുന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിളിച്ചു പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. PK ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷം മാത്രം ജയിച്ചിരുന്ന മണ്ഡലത്തിലെ വോട്ടർമാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നതാണ് KC വേണുഗോപാലിന്റെ പ്രസ്താവന. പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന തരംതാണ പ്രസ്താവന പിൻവലിക്കാനും പയ്യന്നൂരിലെ ജനതയോട് മാപ്പ് പറയാനും KC വേണുഗോപാൽ തയ്യാറാവണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രയോഗമാണ് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ശ്രീ KC വേണുഗോപാൽ. അത് നേതാക്കന്മാർ അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ പയ്യന്നൂരിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ശ്രീ KCയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ പ്രതികം പ്രായമൊന്നുമായിട്ടില്ലല്ലോ, ഈ അത്തംപിത്തം എന്ന് പറയുന്ന രീതിയിലേക്കും ആയിട്ടില്ലല്ലോ. പയ്യന്നൂരിലെ ജനതയെ അപഹസിക്കുന്ന, പയ്യന്നൂരിലെ വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണത്. ഇവിടെ CPM വ്യാജ കാർഡുണ്ടാക്കുന്നു ഓഫീസിൽ. അത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിനെയും അധിക്ഷേപിക്കാം. എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ബലത്തിലാണോ ഈ രൂപത്തിൽ സംസാരിച്ചത്? അങ്ങേയറ്റം നിലവാരമില്ലാത്തൊരു പ്രസ്താവനയായിപ്പോയിരുന്നത് എല്ലാ പറയും. കല്ലുവെച്ച നുണകളാണ് UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രകോപനമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള UDFന്റെ ശ്രമങ്ങൾ പ്രവർത്തകർ കരുതിയിരിക്കണമെന്നും ശ്രീമതി ടീച്ചർ മുന്നറിയിപ്പ് നൽകി. പയ്യന്നൂരിന്റെ വികസന തുടർച്ചയ്ക്ക് തടയിടാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ലെന്നും പയ്യന്നൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. C സത്യപാലൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, P ശശിധരൻ, സരിൻ ശശി, C കൃഷ്ണൻ, P ജയൻ, ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളൂരിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും അടക്കി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ ഒരു ആവശ്യത്തെയും അംഗീകരിക്കുവാനും അവർ തയ്യാറാകുന്നില്ല. ജനജീവിതത്തിന്റെ നാനാതുറകളിലും ജനങ്ങൾ നേരിട്ട് കൊടുക്കുന്ന വെല്ലുവിളി. ഖജനാവ് കാലിയാണ്. എല്ലാം ഒരു ബാലൻസ് ഇല്ലാത്ത ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ സ്വഭാവവും ഗവൺമെന്റിന്റെ ബോഡി ലാംഗ്വേജും കണ്ടാൽ തന്നെ ബാലൻസ് ഇല്ലാത്ത ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഖജനാവിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഒരു തരത്തിലുള്ള നീതിബോധവും ആസൂത്രണ
വൈഭവവും പ്രകടിപ്പിക്കാതാണ് ഗവൺമെൻറ് ഓരോ തീരുമാനവും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവർക്ക് അവരുടെ വീഴ്ചകൾ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ചില കോടതികളിൽ പോലും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന UDFന്റെ ഒരു ഭരണ സംവിധാനം നിലവിൽ വന്ന് കാണാൻ ജനങ്ങൾ കാത്തുനിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസ്താവിച്ചു. എല്ലാ കാലത്തും എല്ലാവരെയും അടക്കി ഭരിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമെന്നും തങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ PMH മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി KT സഅദുള്ള, മഹമ്മൂദ് വെള്ളാംകുളം, രജിത് നാറാത്ത്, AP നാരായണൻ, KK അഷ്റഫ്, VK ഷാഫി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, SA ഷുക്കൂർ ഹാജി, K ലളിത ടീച്ചർ, P മുസ്തഫ, VC നാരായണൻ, ഫായിസ് കവായി, സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ പുതിയ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സോമൻ സെൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിലെ പുതിയ കോടതി സമുച്ചയം ശനിയാഴ്ച രാവിലെ 10:15 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സോമൻ സെൻ ഉദ്ഘാടനം ചെയ്തു. The reception I received on my arrival, and I am really speechless. I express my deep gratitude for all the arrangements made here. It gives me immense pleasure to be present here today for the inauguration of this new court complex. This occasion represents a notable step in strengthening the justice delivery system and improving access to justice for the people of this region. Payyanur is a land deeply rooted in history, culture and social progress. Known for its rich traditions and vibrant cultural heritage. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് M ബദറുദ്ദീൻ മുഖ്യാതിഥിയായി. ജസ്റ്റിസ് PM മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. 2020 ഫെബ്രുവരിയിലാണ് കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. മജിസ്ട്രേറ്റ് കോടതി, വീഡിയോ കോൺഫറൻസ് ഹാൾ, മുനിസിഫ് കോടതി, ജില്ലാ നിലവാരത്തിലുള്ള സ്പെഷ്യൽ കോടതി, റെക്കോർഡ് റൂം, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയുൾപ്പെടുന്ന 5 നിലകളിലായുള്ള കോടതി സമുച്ചയമാണ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. 14 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. 3 നിലകളാണ് പൂർത്തിയായത്. 1 നില കൂടി സജ്ജമാക്കും. ചടങ്ങിൽ പയ്യന്നൂർ സബ് ജഡ്ജ് അൽഷാരിയെ, പയ്യന്നൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് K വിജയകുമാർ, പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് VK രവീന്ദ്രൻ, സന്തോഷ് കുമാർ MV വിനോദ്, K പ്രമോദ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി ഹോം വോട്ടിംഗ് സംവിധാനത്തിന് തുടക്കമായി. പയ്യന്നൂർ മണ്ഡല പരിധിയിൽ ആകെ 1768 പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായാണ് ഹോം വോട്ടിംഗ് സംവിധാനം ഒരുക്കിയത്. ഈ സംവിധാനം ഏറെ സഹായകരമാണ്. പയ്യന്നൂർ മണ്ഡല പരിധിയിൽ ആകെ 1768 പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. ഇവരിൽ ഓരോരുത്തരുടെയും വീടുകളിലെത്തി വോട്ടെടുപ്പ് നടത്തുന്നതിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ ടീമിലും പോളിംഗ് ഓഫീസർമാർ, സഹായ സ്റ്റാഫ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരുമുണ്ടാകും. വോട്ടിംഗ് നടപടികൾ നിയമപ്രകാരം നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെ വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നു. ഓരോ ദിവസവും നിശ്ചിത പ്രദേശങ്ങൾ തിരിച്ച് ടീമുകൾ വീടുകളിലെത്തി വോട്ടെടുപ്പ് പൂർത്തിയാക്കും. ഇതിലൂടെ പോളിംഗ് സ്റ്റേഷനുകളിലെത്താൻ കഴിയാത്തവർക്കും ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നു. വോട്ടർമാരുടെ സൗകര്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ഈ സംവിധാനം നടപ്പാക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോത്ത് ജന്മി നാടുവാഴിത്തത്തിനെതിരെ ജീവൻ ബലിയർപ്പിച്ച് പോരാടിയ വടക്കേ മലബാറിലെ ആദ്യ ധീരരക്തസാക്ഷി വെമ്പിരിഞ്ഞൻ പൊക്കന്റെ സ്മരണയ്ക്കായി വെമ്പിരിഞ്ഞൻ പൊക്കന്റെ പൂർണ്ണകായ ശില്പം ഒരുങ്ങുന്നു. ബോയ്സ് കൊക്കോട്ടിന്റെ 18ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ശില്പം ഒരുക്കുന്നത്. കർഷക പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ KP കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെയും TPC നമ്പ്യാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചു നടത്തിയ ജാഥയിൽ പങ്കെടുത്തവർക്ക് നേരെയുണ്ടായ വെടിവെപ്പിലാണ് വെമ്പിരിഞ്ഞൻ പൊക്കൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പൂർണ്ണകായ ശില്പം നിർമ്മിക്കുന്നത്.
പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം നിർമ്മിക്കുന്നത്. പൂർണ്ണകായ ശില്പത്തിന്റെ അവസാന മിനുക്കുപണികളാണിപ്പോൾ നടക്കുന്നത്. 1948 കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വേഷം ശില്പത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പൊക്കന്റെ മകളുടെ മകനോടും മകളോടും അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ശില്പം നിർമ്മിക്കുന്നത്. വെങ്കല നിറത്തിൽ ഗ്ലാസ് മെറ്റലിലാണ് ശില്പം പൂർത്തിയാകുന്നത്. ചിത്ര കെ സുദർശൻ എന്നിവരും ശില്പനിർമ്മാണത്തിൽ സഹായികളായുണ്ട്. ശില്പത്തിന്റെ നിർമ്മാണം വിലയിരുത്തുന്നതിനായി നേതാക്കളായ CPM മുൻ ഏരിയ സെക്രട്ടറി KP മധു, ലോക്കൽ സെക്രട്ടറി M അംബു, C നാരായണൻ, T സന്ദീപ്, T സന്തോഷ് എന്നിവർ ചിത്രന്റെ പണിപ്പുരയിലെത്തി. ഏപ്രിൽ 12 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊക്കോട്ട് നടക്കുന്ന ബോയ്സ് കൊക്കോട്ടിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ വെമ്പിരിഞ്ഞൻ പൊക്കന്റെ സ്മാരകശില്പം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് അനാച്ഛാദനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. സഖാവ് വെമ്പിരിഞ്ഞം പൊക്കൻ്റെ പൂർണ്ണകായ ശില്പമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 7 അടിയോളം വരുന്ന ശില്പമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഇത് കളിമണ്ണിലാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യഘട്ടം. അപ്പോൾ ഇനി അത് വെങ്കല നിറത്തിൽ അത് ഫൈബർ ഗ്ലാസ് മെറ്റലിലാണ് അതിൻ്റെ പൂർത്തീകരിക്കുന്നത്. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പഴയ കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ 1948 കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയൊക്കെയാണ് ഇതിൽ ഈ ശില്പത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. LDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ രണ്ടാം ഘട്ടം ഞായറാഴ്ച പൂർത്തിയാവും. ശനിയാഴ്ച തൃക്കരിപ്പൂർ വലിയ പറമ്പ് പഞ്ചായത്തുകളിലെ 16 കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. നാട്ടുകാരനായ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയ്ക്ക് വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ ജൈവ പച്ചക്കറിയും കൊന്നപ്പൂക്കളും നൽകിയാണ് സ്വീകരിച്ചത്. LDF സർക്കാരിന് 3ാം തവണയും തുടർഭരണം നൽകേണ്ടത് എന്തുകൊണ്ടെന്ന് സ്വീകരണ കേന്ദ്രങ്ങളിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിയാണ് മുസ്തഫ പര്യടനം പൂർത്തീകരിച്ചത്. ശനിയാഴ്ച രാവിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മാടക്കാലിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റ് പരിസരം ഉൾപ്പെടെ 16 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം വലിയ പറമ്പ് പഞ്ചായത്തിലെ ഇടയിലെ കാട്ടിലാണ് സമാപിച്ചത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം, എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭരണമുണ്ടാകണം, ഇതിനെ സംബന്ധിച്ചെല്ലാം നല്ല ക്ലാരിറ്റി നമുക്കുണ്ടായിട്ടുണ്ട്. ഇനി ഇടതുപക്ഷം എങ്ങനെ വ്യത്യസ്തമാകും അല്ലെങ്കിൽ വ്യത്യസ്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ CPIMന്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TP ഉഷേജി സമ്മാനിച്ചിട്ടുള്ള പച്ചക്കറിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. നിരവധി പേർ സ്വീകരണങ്ങളിൽ പങ്കെടുത്തു. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. പിലാത്രയിൽ നിന്നും ആരംഭിച്ച് കുളപ്പുറം, മേലയതിയിടം, കാവുംചാൽ, പുറച്ചേരി, മണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ചെന്ന് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനൽ പിലാത്രയിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. നിരവധി പേർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കാൻ NDA സ്ഥാനാർത്ഥി AV സനിലിന്റെ പര്യടനം തുടരുന്നു. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ തുറന്ന വാഹനത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനം എരിപുരത്തു നിന്നും ആരംഭിച്ചു. നെരുവമ്പ്രം, കൊട്ടില, ശ്രീസ്ത, കടന്നപ്പള്ളി, കൈതപ്രം, പഴച്ചിയിൽ, അടുത്തില, മണ്ടൂർ, ഭാസ്കരൻ പീടിക, അമ്പലൻ റോഡ്, ചുമടുതാങ്ങി, പീരക്കാംതടം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം പിലാത്രയിൽ സമാപിച്ചു. ലോകാരാധ്യനായ നേതാവ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് സംജാതമായി. ആ 12 വർഷങ്ങൾക്കകം കഴിഞ്ഞ 70 വർഷങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംവിധാനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്തത്ര ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. സ്വീകരണ യോഗങ്ങളിൽ M പ്രകാശൻ, വിജയൻ മാങ്ങാട്, സുധർമ്മൻ, TC മനോജ്, ശങ്കരൻ കൈതപ്രം, T ശശീന്ദ്രൻ, അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
പിലാത്തറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ബ്രോഡ്ബാൻഡിന്റെ 2024-26 വാർഷിക പൊതുയോഗം പിലാത്തറ ക്ലസ്റ്റർ ഓഫീസിൽ നടന്നു. COA സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ബ്രോഡ്ബാൻഡിന്റെ 2024-26 വാർഷിക പൊതുയോഗം പിലാത്തറ ക്ലസ്റ്റർ ഓഫീസിൽ ചേർന്നു. COA സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനമായ ആവശ്യങ്ങളിലെ പോലും ഏറ്റവും പ്രധാനമായും നമ്മൾ കണ്ടുവരുന്ന ഒരു ഉപകരണമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വളർച്ച തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ക്ലസ്റ്റർ MD സതീഷ് കുമാർ MP അധ്യക്ഷത വഹിച്ചു. ശ്രീരഞ്ജി P സ്വാഗതം പറഞ്ഞു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, PCI MD മനോജ് കുമാർ VV, COA സൗത്ത് മേഖലാ പ്രസിഡന്റ് N പുരുഷോത്തമൻ, ബാബുരാജ് KV എന്നിവർ സംസാരിച്ചു. പ്രേമചന്ദ്രൻ KV നന്ദി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി സതീഷ് കുമാർ MBA MD-ആയും പ്രേമചന്ദ്രൻ KVയെ ട്രഷററായും ടെക്നിക്കൽ ഇൻചാർജായി ശ്രീരഞ്ജിനെയും തിരഞ്ഞെടുത്തു. ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതുകയും നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കരിവെള്ളൂരിലെ KG സുധാകരൻ. കൃത്യമായ ഡാറ്റ ശേഖരണം നടത്തിയാണ് ഇദ്ദേഹം താൻ ജീവിക്കുന്ന സമൂഹത്തോടുള്ള തന്റെ പ്രതിബദ്ധത നിറവേറ്റുന്നത്. വർത്തമാനകാലത്ത് ഇന്ത്യ നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതിയും നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കരിവെള്ളൂരിലെ KG സുധാകരൻ. കൃത്യമായ ഡാറ്റ ശേഖരണം നടത്തിയാണ് ഇദ്ദേഹം താൻ ജീവിക്കുന്ന സമൂഹത്തോടുള്ള തന്റെ പ്രതിബദ്ധത നിറവേറ്റുന്നത്. പുതിയ കാലത്ത് സത്യസന്ധമായ ഡാറ്റ ശേഖരണം എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. അതിനുവേണ്ടി അന്വേഷിക്കുകയും നിരന്തരമായി പഠിക്കുകയും ചെയ്താണ് KG സുധാകരൻ ഓരോ ലേഖനങ്ങളും എഴുതുന്നത്. ആ ലേഖനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനോടുള്ള തികഞ്ഞ പ്രതിബദ്ധതയാണ് താനും. ദീർഘകാലം ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരനായിരുന്ന ഇദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള പരിജ്ഞാനം ഇതിന് സഹായിക്കുന്നു. ലേഖനങ്ങളുടെ തലക്കെട്ട് കാണുമ്പോൾ തന്നെ സുധാകരന്റെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാകും. കർഷക ജനതയോട് നീതി പുലർത്താത്ത ബാങ്കുകളും ഭരണകൂടവും സമഗ്ര ശിക്ഷ അഭിയാൻ പരാജയപ്പെടുമ്പോൾ തലയിൽ തീരാത്ത കടഭാരം, വയറ്റിൽ ആളിക്കത്തുന്ന തീ, ലോകം കീഴടക്കുന്ന കോർപ്പറേറ്റ് മധ്യസ്ഥന്മാർ, ഇങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ നീണ്ട നിര. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതും വലിയൊരു വിപ്ലവമാണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഒരു ജനതയെ നെല്ലും പതിരും തിരിച്ചറിയാൻ സഹായിക്കുകയും തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തന്റെ കടമയെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം. ഈ ലേഖനങ്ങളും പുസ്തകങ്ങളും അത് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ദുരിതപൂർണമായൊരു ജീവിതമാണ് ഇന്ന് നയിക്കുന്നത്. രാജ്യത്ത് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങൾ ഇന്നത്തെ 2026 പോലും ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ഒരു കാരണമാണ്. രാജ്യത്ത് എന്താണ് നടപ്പിലാക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും എങ്ങനെ ബാധിക്കുന്നു, അത് വലിയൊരു വിഷയമാണ്. പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണെങ്കിലും അവരൊക്കെ അതിൽ നിന്നും പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വിടവ് ഒരു വ്യക്തി എന്ന നിലയിൽ ഏതൊക്കെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു എളിയ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിഷുവിനെ വരവേൽക്കാൻ കണിവെള്ളരി വിൽപ്പനയ്ക്കെത്തിച്ച് പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത കണിവെള്ളരി വിൽപ്പനയ്ക്കായി കേന്ദ്രം പ്രധാന കവാടത്തിനടുത്ത് പ്രത്യേക കൗണ്ടർ തുറന്നു. കഴിഞ്ഞ 5 വർഷമായി നെൽവയലിലെ കൊയ്ത്ത് കഴിഞ്ഞ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം പ്രകൃതി സൗഹൃദ ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട്. വിഷു വിപണി ലക്ഷ്യമിട്ട് 3 മാസം മുൻപാണ് അരുണിമ വിഭാഗത്തിലുള്ള വെള്ളരി കൃഷി ചെയ്തത്. 4 ക്വിൻ്റലധികം വെള്ളരിയാണ് കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കിലോയ്ക്ക് 25 രൂപ നിരക്കിലാണ് ജൈവ വെള്ളരി വിൽപ്പന നടത്തുന്നത്. ഗവേഷണ കേന്ദ്രം പ്രധാന കവാടത്തിനടുത്താണ് വിൽപ്പന നടത്തുന്നത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ കണിവെള്ളരി വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണം വേണമെങ്കിൽ നല്ല കൃഷി ഉണ്ടാവണം. അവിടെയാണ് പ്രകൃതി സൗഹൃദ കൃഷിയുടെ പ്രസക്തി വരുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം
പ്രകൃതി സൗഹൃദമായി ചെയ്ത ജൈവ കൃഷിയിലൂടെ പിലിക്കോട് കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പാർവതി ശശിധരൻ, വിഷ്ണു പവിത്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കശുമാവുകൾ ഉണങ്ങുന്നത് കർഷകന് വലിയ തിരിച്ചടിയാവുകയാണ്. തേയില കൊതുകുമൂലവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇല കരിയാൻ പ്രധാന കാരണം. വരും നാളുകളിൽ കശുമാവിൻ തോട്ടങ്ങൾ ഇല്ലാതാവുന്നതിന് ഇത് കാരണമായേക്കാം. കശുമാവുകൾ ഉണങ്ങുമ്പോൾ അസ്തമിക്കുന്നത് കർഷകരുടെ പ്രതീക്ഷകളാണ്. കാലാവസ്ഥാ വ്യതിയാനവും ചൂടും മൂലം ഇലകരിച്ചിൽ വ്യാപകമാണ്. ഒരു കാലത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നല്ല നാടൻ കശുമാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മിക്ക സ്ഥലത്തും ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. തേയില കൊതുക് മൂലവും തണ്ടുതുരപ്പൻ പുഴുവിന്റെ ഉപദ്രവം കൊണ്ടും കൂടിയാണ് ഇലകരിയൽ രോഗം വ്യാപകമാകുന്നത്. മണ്ണിന്റെ അമ്ലത്വം വർദ്ധിപ്പിക്കുന്നതും ഇലകരിച്ചിൽ വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതുമൂലം ഉൽപ്പാദനത്തിലും ഗണ്യമായ തോതിൽ ഇടിവ് നേരിടുകയാണ്. കശുവണ്ടിക്ക് കിലോയ്ക്ക് 150 രൂപ നിൽക്കുമ്പോൾ രോഗമെത്തിയത് വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമായി. നാണ്യവിളയായ റബ്ബർ വ്യാപകമായതോടെയാണ് കശുമാവുകൾ പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. പുതിയ വെല്ലുവിളികൾ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയും ബാക്കിയുള്ള കശുമാവിൻ തോട്ടങ്ങൾ കൂടി അപ്രത്യക്ഷമാകാൻ കാരണമാവുകയും ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് ചക്ക. വിപണനത്തിനും സംഭരണത്തിനും വഴിയില്ലാതെ പാഴായി പോവുകയാണ് ചക്കകൾ. വിപുലമായ രീതിയിൽ ചക്കയുടെ വിപണന സാധ്യതകൾ അധികൃതർ ഒരുക്കേണ്ടിയിരിക്കുന്നു. ചക്കയെ കേരളത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. എങ്കിലും ഇനിയും ചക്കയുടെ സംഭരണത്തിനോ സംസ്കരണത്തിനോ വിപണനത്തിനോ ഉള്ള ചെറിയ അനക്കങ്ങൾ പോലും എവിടെയും തുടങ്ങിയിട്ടില്ല. നമ്മുടെ തൊടിയിൽ പാഴായി പോവുകയാണ് ചക്ക. പൂർണ്ണമായും ആരോഗ്യദായകമായ ജൈവ ഉൽപ്പന്നം എന്ന നിലയിൽ ചക്കയ്ക്ക് വലിയ സാധ്യതകളാണുള്ളത്. പ്രത്യേക സീസണുകളിൽ ബാധകമല്ലാത്ത രീതിയിൽ യന്ത്രത്തിന്റെ സാങ്കേതികത ഉപയോഗപ്പെടുത്തി വർഷം മുഴുവനും ലഭ്യമാക്കുന്ന രീതിയിൽ വിപണനം ചെയ്യാൻ കഴിയണം. രണ്ടാം കൽപ്പവൃക്ഷമെന്ന് അറിയപ്പെടുന്ന ചക്കയ്ക്ക് ആഭ്യന്തര ആവശ്യത്തിനും കയറ്റുമതിക്കുമായി ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര തന്നെ നിർമ്മിക്കാവുന്നതാണ്. ചക്ക ഹൽവ, ചക്ക ചമ്മന്തിപ്പൊടി, സ്ക്വാഷ്, ചക്കമടൽ അച്ചാർ, ചക്കക്കുരുപ്പൊടി, ചക്ക ജാം എന്നിങ്ങനെ ചക്ക കൊണ്ട് എന്തും തയ്യാറാക്കാവുന്നതാണ്. തെക്കൻ ജില്ലകളിൽ ഇത്തരം വിപണന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും വ്യാപകമല്ല. ചക്കയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇനി എന്നാണ് നമുക്ക് കഴിയുക? നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.